നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ CPM-ന് കനത്ത പ്രഹരമാണ് ഏറ്റത്. പല ഭാഗത്തു നിന്നും നിശിത വിമർശനവും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കപ്പിത്താനായ പിണറായി വിജയന്. പാർട്ടി ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ഇതിനെ ഒരുപക്ഷെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് തന്നെ കണ്ടറിയണം. നാടിന്റെ പല ഭാഗത്തു നിന്നും വ്യക്തികളായാലും പ്രസ്ഥാനവും നിശിതമായ വിമർശനത്തിലാണ്. പ്രധാന ഘടകകക്ഷിയായ CPI പോലും പറയുന്നു ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായത് എന്ന്. ശ്രീ KM ഷാജഹാൻ ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. ശ്രീ ഷാജഹാൻ, നമസ്കാരം. ഇതില് CPIയുടെ ഈ പ്രതിഷേധമൊക്കെ എവിടെ വരെ പോകുമെന്ന് നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ജനവികാരം എത്രത്തോളം ആഴത്തിൽ CPM-നെ ബാധിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നമ്മൾ ചെറിയ വിലയിരുത്തൽ നമ്മൾ നടത്തണം. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഇത്രയും സമഗ്രമായിട്ടുള്ള ഒരു തിരിച്ചടി CPM-ന് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM-ന്റെ വോട്ട് വലിയ തോതിൽ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഒരു പക്ഷേ CPM-നെ സംബന്ധിച്ചോളം ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു സംഭവം. കാരണം പലപ്പോഴും UDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. UDF പലപ്പോഴും അധികാരത്തിൽ വരുന്നത് CPM-ന്റെ വോട്ട് UDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇത്തവണ വലിയ തോതിൽ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 8 വർഷക്കാലമായി CPM അധികാരത്തിൽ ഇരിക്കുകയാണ്. തുടർച്ചയായി ഇതുവരെ തുടർച്ചയായി അധികാരത്തിൽ വന്നിട്ടില്ല. CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ പല ഘടകങ്ങളുമുണ്ട്. ആ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് തൊഴിലാളി വർഗമുണ്ട്. CITU എന്ന് പറഞ്ഞാൽ 10-25 ലക്ഷം മെമ്പർഷിപ്പ് അതിനകത്തുണ്ടാവും. പിന്നെ അടിസ്ഥാന പാർട്ടി മെമ്പർമാരുണ്ട്, 5 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരുണ്ട്. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികളുണ്ട്. യുവജന പ്രസ്ഥാനം, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ കയർത്തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, അങ്ങനെയുള്ള വിഭാഗ തൊഴിലാളി. അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനം ഉണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതിൽ കുറെ പേര് വോട്ടോ ഇല്ലാത്തവരുണ്ടാവാം. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ, NGO യൂണിയൻ, അധ്യാപകർ, അങ്ങനെയൊക്കെയുള്ള വലിയ വിഭാഗങ്ങളുണ്ട്. ഈ മേഖലകളിലൊക്കെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃത്വമാണ് CPM. ഇപ്പൊ NGO യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NGO യൂണിയനാണ് ഈ സർക്കാർ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷം അതിനകത്താണ്. ഇപ്പൊ KSTA, കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, അതിനകത്താണ് ബഹുഭൂരിപക്ഷവും. കഴിഞ്ഞ ദിവസം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴേ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, DA ഉടൻ തന്നെ പരിഹരിക്കും എന്നാണ്. പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം അധ്യാപകരുടെ കാര്യം എടുത്താലും, കോളേജ് അധ്യാപകരുടെ ഇപ്പൊ AKPCTA, അതിനകത്ത് എല്ലാത്തിനകത്തും ബഹുഭൂരിപക്ഷം ജീവനക്കാരും ഇതിനകത്താണ്. ട്രേഡ് യൂണിയൻ ആണെങ്കിലോ, ട്രേഡ് യൂണിയനിലാണ് ബഹുഭൂരിപക്ഷം തൊഴിലാളികളും. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷിത പെൻഷൻ ഇതുപോലെയൊക്കെ കൊടുത്തുകൊണ്ട് വലിയ തോതിൽ വിവിധ വിഭാഗം സാമൂഹ്യമായും സാമ്പത്തികവും പിന്നോക്കം നിൽക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവരുടെ വലിയൊരു വോട്ട് ബാങ്ക് പതിറ്റാണ്ടുകളായി CPM സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ വോട്ട് ബാങ്കും ഇത്തവണ നെടുകെ പിളർന്നു പോയി എന്നുള്ളത് ഈ ഹിന്ദു വോട്ട് ബാങ്ക് വിള്ളലുണ്ടായി എന്ന് പറയുന്നതിന് അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് വിജയനാഥ് പറഞ്ഞ ഈ സർക്കാർ ജീവനക്കാർ അവരേറ്റവും അസംതൃപ്തരായത്. ഏറ്റവും അസംതൃപ്തർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് 10,000 കോടി രൂപയുടെ എന്തോ ഉണ്ടെന്ന് അവർ അസംതൃപ്തരായിരുന്നു. CPM എപ്പോഴും കൂടെ നിർത്തുന്ന വലിയൊരു സാമൂഹ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളായിരുന്നു ഈ ദരിദ്രര്. അവർക്ക് ഈ സാമൂഹ്യ സുരക്ഷിത പെൻഷൻ കൊടുത്തിട്ട് അവർ കംപ്ലീറ്റ് അലിയനേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പൊ 2021 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അതായത് തീരദേശ മേഖലകളിൽ മുഴുവൻ CPM ആവും ജയിച്ചു. അത് അലിയനേറ്റ് ചെയ്യപ്പെട്ടു പോയി. അപ്പം ഒരു വശത്ത് CPM-ന്റെ ഹിന്ദു വോട്ടിൽ വലിയ വിള്ളൽ ഉണ്ടാവുകയും അതിൽ വലിയൊരു വിഭാഗം BJP-യിലേക്ക് പോവുകയും, അതോടൊപ്പം തന്നെ CPM പതിറ്റാണ്ടുകളായി പല കാരണങ്ങൾ കൊണ്ട് CPM-നോടൊപ്പം നിൽക്കുന്ന CPM-ന്റെ പരമ്പരാഗത ഒരു തൊഴിലാളി വർഗ അധിഷ്ഠിത വോട്ട് ബാങ്കും വലിയ തോതിൽ വിണ്ടു കീറിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണും. ഈ രണ്ട് പ്രശ്നങ്ങളും
യഥാർത്ഥത്തിൽ CPM-ന് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അടിത്തട്ടിൽ നിന്ന് ഉരുണ്ടുകൂടി മുകളിലേക്ക് ഒരു സുനാമിയായി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ വലിയ ഒച്ചയും മുരടനൊക്കെ ഒന്നും അതിനകത്ത് കേൾക്കില്ല. കാരണം എന്താണ്, 85 പിന്നെ അംഗങ്ങളാണ് CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളത്. ആ 85 പേർക്കും പിണറായി വിജയൻ എന്തെങ്കിലും അധികാര സ്ഥാനം എന്തെങ്കിലും എവിടെയൊക്കെ ആയിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിൽ കാറില്ലാത്തവര് ചുരുക്കമാണ്. അപ്പൊ അവരെല്ലാവരും അധികാരത്തിന്റെ ശീതള ഛായയിൽ അമർന്നിരിക്കുന്നവരായതുകൊണ്ട് അവരിൽ നിന്ന് ഒരു എതിർപ്പ് പിണറായി വിജയന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ പലതരത്തിലും ഉണ്ടായിട്ടുള്ള വിള്ളൽ CPM-ന്റെ ഏറ്റവും ഡൗൺ ട്രോഡനായി CPM-നെ ഒരു താല്പര്യങ്ങളും ഇല്ലാതെ CPM-നെ പിന്തുണയ്ക്കുന്ന ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ, യഥാർത്ഥ വർക്കിംഗ് ക്ലാസ്, അവരിൽ നിന്ന് വലിയ അതൃപ്തി മുകളിലേക്ക് ഉണ്ടാവുമെന്നും ആ അതൃപ്തി നേതൃത്വത്തിനെ ഉൾപ്പെടെ ഹ്രസ്വകാല ഭാവിയിൽ തന്നെ പിന്നെ ഇളക്കി മറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വിജാത പറഞ്ഞ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. CPI-യുടെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. CPI എന്നൊക്കെ പറഞ്ഞ പാർട്ടി കാശിന് കൊള്ളാത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങളായി. നമുക്കറിയാം PK വാസുദേവൻ, MN ഗോവിന്ദൻ നായർ മുതൽ PK വാസുദേവൻ നായർ മുതൽ അവസാനം വിളിയം ഭാർഗവൻ വരെ ഇരുന്ന സമയത്ത്, CK ചന്ദ്രപ്പൻ ഇരുന്ന സമയത്തും ഒക്കെ തന്നെ ഒരല്പം ഇച്ഛാശക്തി ഉണ്ടായിരുന്ന ആ പാർട്ടിയെ പിണറായി വിജയന്റെ കക്ഷത്തിൽ കൊണ്ടുവന്ന് ചുരുട്ടി ഒടിച്ച് മടക്കി വെച്ചു കൊടുത്തിട്ടാണ് കാനൻ രാജേന്ദ്രൻ പോയത്. അതിന് തുടർച്ച തന്നെയാണ് ഇപ്പോഴും. അതിനുശേഷം ഇയാൾ വന്നപ്പോ ഇയാൾ എന്തോക്കെ വലിയ ഉരുട്ടിക്കയറ്റും എന്നൊക്കെ വിചാരിച്ചെന്തോ വലിയ ബുദ്ധിജീവി പോലുള്ള ചമയലൊക്കെയാണ്. ഇയാൾക്ക് നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാര് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് പിന്നെ ബിനോയ് വിശ്വം. അയാള് പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന ആളാണ്. അതിനപ്പുറം ഒന്നും നമ്മൾ കാണണ്ട. അതുകൊണ്ട് അയാൾ ഈ പൂച്ച മുരളുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലൊന്നും മുരണ്ട് അവിടെ ഇവിടെ മാറി നിൽക്കും എന്നുള്ളതല്ലാതെ ഒരു ഇച്ഛാശക്തിയുമുള്ള നേതാവല്ല. അയാൾക്കാണെങ്കിൽ ഇപ്പൊ രാജ്യസഭയിലേക്ക് സീറ്റും കൂടെ കിട്ടേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് മാറും എന്നുള്ളതല്ലാതെ അയാളിൽ നിന്ന് നമ്മൾ കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക്. അതിപ്പോ ബിനോയ് വിശ്വം തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. സീറ്റ് പാർട്ടിക്കുള്ളതായിരിക്കും, പാർട്ടിക്ക് ഒരു സീറ്റുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ബിനോയ് വിശ്വത്തിന് ആ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോ ചിലപ്പോ ബിനോയ് വിശ്വം അല്ലായിരിക്കാം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. പക്ഷെ ബിനോയ് വിശ്വം അല്ലെങ്കിൽ പോലും CPIക്ക് സീറ്റ് വേണ്ടേ? സീറ്റ് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കടുത്ത ഭാഷയിലായിരുന്നു CPI വിമർശിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സീറ്റ് എടുത്ത് കേരള കോൺഗ്രസ് കൊടുത്ത് എന്ത് ചെയ്യും? ആ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റേ ശ്രേയംസ് കുമാറിന്റെ പാർട്ടി നിൽപ്പുണ്ട്. അവർ ശക്തമായിട്ട് നിൽക്കുക, കത്ത് കൊടുത്തു. അതെ, അവർക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വാഭാവികമായും ഒന്ന് വിമർശിച്ചു എന്ന് വരുത്തണം. എന്ന് മാത്രമല്ല, ഇപ്പം ഈ ബിനോയ് വിശ്വൻ അയാളെ A ക്ലാസ് അവസരവാദിയാണ്. അത് അയാളുടെ നമ്മളത് കണ്ടതാണ്. അയാള് പാർട്ടി സെക്രട്ടറിയായി വന്നതിന് ശേഷം ഒരു തരത്തിലും CPM-നെ ഒന്ന് ചെറിയതായിട്ട് പോലും ഒന്ന് വിഷമിപ്പിക്കുന്ന ഒന്നും അയാളുടെ വായിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്നൊന്നും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. CPM-നെ നിലനിർത്തുന്ന CPM-ന്റെ ഒരു അടിസ്ഥാന ശിലയുണ്ടല്ലോ, ഡൗൺ ട്രോഡൻ. ആ ഡൗൺ ട്രോഡനിൽ നിന്ന് വരാൻ പോകുന്ന എതിർപ്പാണ് CPM യഥാർത്ഥത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ CPI ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. CPM-ന്റെ ഈ ചവിട്ടും കുത്തും ഏറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട് 4 മണ്ഡലങ്ങളാണ് ഇവർക്ക് ലോക്സഭയിൽ കൊടുത്തിരിക്കുന്നത്. അതില് 3 എന്ന് പറയുന്നത് സ്റ്റാർ മണ്ഡലം തന്നെയായിരുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും വയനാടും. ഈ വയനാട് സ്റ്റാർ മണ്ഡലമായത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നതുകൊണ്ട്, തൃശ്ശൂര് വന്നത് അവിടെ ശക്തമായ വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെട്ടു. പക്ഷെ ഇവിടൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇവിടൊന്നും തന്നെ CPM-കാർ വർക്ക് ചെയ്യാറില്ല. ഷാജാനും പണ്ടേ അറിയാവുന്നതാണല്ലോ, തിരുവനന്തപുരത്ത് CPI മത്സരിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് ചിറയൻകീഴേക്ക് പോകുമായിരുന്നു CPM-കാരല്ല. അന്ന് ചിറയൻകീഴ് മണ്ഡലമായിരുന്നല്ലോ. അന്ന് വർക്കല രാധാകൃഷ്ണനെ വിജയിപ്പിക്കാനാണ് എല്ലാവരും പോകുന്നത്. അണ്ണനെ വിജയിപ്പിക്കണമെന്നും പറഞ്ഞു പോകും. ഇവിടെ ആരും കാണാറില്ല. ഇതൊക്കെ CPI-യോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയല്ലേ? അല്ല, അത് സ്വാഭാവികമാണ് വിജയനന്ദ. പക്ഷെ ഇത്തവണ അതിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയത്, തിരുവനന്തപുരത്ത് പിന്നെ CPM-കാർ CPI-ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത്. പക്ഷെ മാവേലിക്കരയിലും തൃശ്ശൂരും CPM-കാര് ഓൾ ഔട്ട് ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ തെളിവാണല്ലോ പിന്നെ തൃശ്ശൂർ 2ാം സ്ഥാനത്ത് സുനിൽകുമാർ വന്നത്. മാവേലിക്കരയിൽ ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വലിയ വിമർശനം കോൺഗ്രസ്സുകാരുടെ തന്നെ ഉണ്ടായിരുന്നു. കൊണ്ട് ജയസാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് കൊണ്ട് CPI-ക്കാർക്ക് വേണ്ടിയിട്ട് CPM-കാർ പ്രവർത്തിച്ചു.
വയനാട് പിന്നെ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ തഥൈവ നമുക്കറിയാവുന്നതാണ്, ഫെയ്റ്റ് അക്കംപ്ലിയാണ്. പക്ഷെ ഇത്തവണ CPI-ക്കാര് അല്ല CPM-കാര് CPI-ക്ക് വേണ്ടി പ്രവർത്തിക്കാതിരുന്ന ഒരു മണ്ഡലം പ്രധാനമായും തിരുവനന്തപുരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു തരത്തിലുള്ള CPM വെഡ്ജ് എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ് ഈ ഇലക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടായ നാൾ മുതൽ, അതായത് ഭരണവിരുദ്ധ വികാരം 20 മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്ന്, ഒരു 10%. ഇവിടെ ഇപ്പൊ പല ഭാഗത്തു നിന്ന് എതിർപ്പ് വന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിഷപ്പ് പറഞ്ഞതിന് പിണറായി വിജയൻ അത് വേറൊരു തരത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു, സഭയെ കുറ്റപ്പെടുത്തുക ഒക്കെ ചെയ്തു. പക്ഷേ ഇവിടെ CPI ഏത് തരത്തിൽ വിവരദോഷി എന്ന് പറയുമോ ബിനോയ് വിശ്വത്തെ? അല്ല, CPI ഒക്കെ പറയാനൊന്നും പിണറായി വിജയൻ ആരെ പറയാനാണ് മടിയുള്ളത്? പിണറായി വിജയൻ ആരെ വേണമെങ്കിലും പറയും. പിണറായി വിജയൻ പിണറായി വിജയന്റെ പാർട്ടിക്കാരെ പറഞ്ഞിട്ടില്ലേ? KK ശൈലജ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ പറഞ്ഞിട്ടില്ലേ? പലരെയും പാർട്ടിക്കാരെ പറഞ്ഞിട്ടുണ്ട്. തോമസ് ഐസക്കിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ കോട്ടയത്ത് സ്റ്റേജിൽ വെച്ചിട്ടാണ് തോമസ് ചാഴിക്കാടനെ മനസ്സിലായത്. അപ്പം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ആരെ പറയാനും പിണറായി വിജയനും മടിയൊന്നുമില്ല. പക്ഷെ പിണറായി വിജയനോട് ഈ പറഞ്ഞ പോലെ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ബി കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗമുണ്ട്. എന്നുവെച്ചാൽ എഴുന്നേറ്റ് നിന്ന് എതിർക്കാനുള്ള ഇച്ഛാശക്തി ഉള്ള ഒരു നേതാവ്, അതിന് സ്പൈനുള്ള ഒരു നേതാവും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും, കോൺഗ്രസിൽ പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ LDF യോഗത്തിൽ CPI പറയാൻ തയ്യാറാകുമോ? ഇല്ല, ഇതൊന്നും വിജയനാഥ്, ഇതൊന്നും സംഭവിക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമല്ലേ ഘടകകക്ഷികളിൽ നിന്ന് ഉയർന്നു വരേണ്ടത്? CPI ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പൂച്ച മുരളുന്ന പോലെ മുരണ്ടാ മതിയോ? അവരെ എണ്ണി ചോദിക്കണ്ടേ? പിണറായി വിജയന്റെ കഴിവുകേട് കൊണ്ടാണ് ഈ തീരുമാനം ഉണ്ടായതെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? സ്വാഭാവികമായും അത് തുറന്ന് ചോദിക്കാനുള്ള ആർജവും ഇച്ഛാശക്തി ഉണ്ടാവണ്ടേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്? 10-16 MLA-മാരുള്ള ഒരു പാർട്ടിയല്ലേ. പക്ഷെ അതിനൊന്നുമുള്ള സ്പൈൻ ഉള്ള ഒരു നേതാവും ആ പാർട്ടിയിൽ ഇല്ല. അതൊക്കെ അവസാനം കാലത്ത് മുണ്ടും മടക്കി കുത്തി വരുന്ന വെളിയം ഭാർഗവൻ ഉണ്ടായിരുന്നു. വെളിയം ഭാർഗവനും കൂടെ പോയതോടുകൂടി അതിനൊന്നുള്ള സ്പൈനുള്ള ആളുകളൊന്നും അതിനകത്തില്ല. അല്ല, ഈ ഘടകകക്ഷികളിൽ ഏത് പറയും പിന്നീട് ഇങ്ങോട്ട് നമ്മൾ നോക്കി അറിയാമല്ലോ. ഈ നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത് CPM-ന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റു ഘടകകക്ഷികളല്ല. ഞാൻ പറഞ്ഞത് CPI-യെ സംബന്ധിച്ചിടത്തോളം CPI അധികാരം ആസ്വദിക്കുന്നൊന്നും പിണറായി വിജയന്റെ ചെലവിലല്ലല്ലോ. അവർക്ക് 16 MLA-മാരുണ്ട്, പക്ഷേ 4 മന്ത്രിമാരുണ്ട്. 16 MLA-മാരെന്ന് പറഞ്ഞാൽ ഒരിക്കൽ MM മണി പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കാണിക്കാമോ? കെട്ടിവെച്ച് പൈസ? അതൊക്കെ ശരിയാണ്. അത് CPM-ന്റെ ആനുകൂല്യമല്ല. അല്ല, അതൊക്കെ അങ്ങനെ പറയാം. അതൊക്കെ ആ ആനുകൂല്യങ്ങൾ ഇപ്പം CPM അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സിക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള മണ്ഡലത്തിൽ മധ്യപ്രദേശിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് 30,000 വോട്ടാണ് കിട്ടിയത്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അവർ ജയിക്കുന്നത് മറ്റവരുടെ തൊള്ളയിൽ ഇരുന്നുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും 16 MLA-മാരും 4 മന്ത്രിമാരും ഉള്ള പാർട്ടി എന്തിനാണ് പിണറായി വിജയനെ ഭയപ്പെടുന്നത്? ഇപ്പൊ വെളിയം ഭാർഗവനും ഭയമില്ലായിരുന്നല്ലോ, CK ചന്ദ്രപ്പനും ഭയമില്ലായിരുന്നല്ലോ, ഒരു ഘട്ടം വരെ കാനൻ രാജേന്ദ്രന് ഭയമില്ലായിരുന്നല്ലോ. അപ്പോ ഇതൊക്കെ ബേസിക്കലി ഓരോ നേതാവിൻ്റെയും ഇച്ഛാശക്തി ആർജവും അനുസരിച്ചിരിക്കും. ആർജവമുള്ള നേതാവാണെന്നുണ്ടെങ്കിൽ ആ നേതാവിന്റെ കയ്യിൽ MLA-മാരില്ലെങ്കിൽ പോലും എഴുന്നേറ്റ് നിന്നിട്ട് ആരുടെ വാട എന്ന് ചോദിക്കാൻ പറ്റും. അതിന് MLA-മാരൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഇതൊന്നും ഇല്ലാത്ത എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിൽ അധികാരമില്ല, എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ കയ്യിൽ സ്വാധീനമില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല എന്നിട്ട് ഞാൻ ചോദിക്കുന്നില്ലേ? അപ്പൊ ചോദിക്കാനുള്ള നമ്മുടെ കഴിവെന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് ആയിട്ട് നമുക്കുള്ള ഒരു സ്പൈനും ഒരു ആർജവും ഒരു ഇച്ഛാശക്തിയും. അതുള്ള ഒരു നേതാവും ഈ LDF-ലും ഇല്ല, ഞാൻ പറഞ്ഞ UDF-ലും ഇല്ല. പിണറായി വിജയനെ അതിശക്തമായി കൺസിസ്റ്റന്റ് ആയി എതിർത്ത് മൂലയ്ക്കിരുത്താൻ കഴിയുന്ന നേതാക്കന്മാർ ഇപ്പൊ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പരിമിതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ആ താഴോട്ടുള്ള ഘടകകക്ഷികളെ നമ്മൾ നോക്കി ആന്റണി രാജു വിമർശിക്കുവോ, KV ഗണേഷ് കുമാർ, കടന്നപ്പള്ളി, അങ്ങനെ പോവുകയല്ലേ? അല്ല, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലോ ഒന്നും വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ വരും എന്ന് നമ്മൾ കരുതണ്ട. പക്ഷെ പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നുണ്ടാകാൻ പോകുന്ന എതിർപ്പ്
അതെങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ ഞാനിപ്പം ഒരു ഉദാഹരണം കൂടെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വിവരദോഷി എന്ന് പറഞ്ഞു. അപ്പൊ വിവരദോഷി എന്ന് പറഞ്ഞു. അപ്പം പിണറായി വിജയനെതിരെ പിന്നെ മാർ കൂർലോസിന്റെ അവരുടെയൊക്കെ വിമർശനങ്ങളൊക്കെ വന്നെങ്കിലും പിണറായിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മരുമോൻ മാത്രമേ വന്നുള്ളൂ. വേറെ ഒരു MLA-മാരും ഒരു മന്ത്രിമാരും ആരും വന്നില്ല. അപ്പൊ ആ ഒരു അസ്വസ്ഥത അതിനകത്തും ചെറിയ തോതിൽ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്രൂ ചെയ്യുന്നുണ്ട്. പക്ഷെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന വലിയൊരു വികാരത്തിനോട് മുഖം തിരിച്ചു നിൽക്കാൻ ഈ പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർക്കും സംസ്ഥാന നേതാക്കന്മാർക്കും കഴിയാത്തൊരവസ്ഥ ഹ്രസ്വകാല ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഉണ്ടായില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ബംഗാളിലെ പോലെ ഒറ്റപ്പൊട്ടായിരിക്കും വോട്ടുക. അതുണ്ടായാലും അത്ഭുതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ ബംഗാളിലും ഇതുപോലെ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ അവിടെ ഉയർന്നൊരു ചോദ്യം ഇതാണ്, ആരും എതിർക്കുന്നില്ലല്ലോ. ബുദ്ധദേവ് ഭട്ടാചാര്യം, ബിമൻ ബസൂരി ഒന്നും ആരും എതിർക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് ശരിയാണ്, അവിടെ ആരും എതിർത്തില്ല. പക്ഷെ 2021 ഇത് പൊട്ടിയങ്ങ് പോയി. ഈ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി അങ്ങ് പോയി. പിന്നെ 10-13 വർഷമായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്.